കോഴിക്കോട് നിർമ്മിത ബുദ്ധി തട്ടിപ്പിലൂടെ പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി ഗുജറാത്ത് സ്വദേശി കൗശൽ ഷായെ റിമാൻഡ് ചെയ്തു. കോഴിക്കോട് CJM കോടതിയാണ് പ്രതിയെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. മറ്റൊരു കേസിൽ റിമാൻഡിലായിരുന്ന ഇയാളെ ഡൽഹി പോലീസിന്റെ സഹായത്തോടെയാണ് കേരളത്തിലെത്തിച്ചത്. പ്രതിയെ ഡൽഹിയിലെ തിഹാർ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള കേരളത്തിലെ ആദ്യ തട്ടിപ്പ് നടക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ മാസമാണ്. കോഴിക്കോട് പാലായി സ്വദേശി PS രാധാകൃഷ്ണനാണ് ഡീപ് ഫേക്ക് തട്ടിപ്പിന് ഇരയായത്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സുഹൃത്തെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 40,000 രൂപയാണ് പ്രതികൾ രാധാകൃഷ്ണനിൽ നിന്നും തട്ടിയെടുത്തത്. പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി ഗുജറാത്ത് സ്വദേശി കൗശൽ ഷായെയാണ് കോഴിക്കോട് CJM കോടതി റിമാൻഡ് ചെയ്തത്. മറ്റൊരു കേസിൽ റിമാൻഡിലായിരുന്ന ഇയാളെ തിഹാർ ജയിലിൽ നിന്നും ഡൽഹി പോലീസിന്റെ സഹായത്തോടെയാണ് കോഴിക്കോട് സൈബർ പോലീസ് കേരളത്തിലെത്തിച്ചത്. പണം തട്ടിയ കേസിൽ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ ഡൽഹിയിലെ തിഹാർ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും. 3 ദിവസം ജയിലിലെത്തി ചോദ്യം ചെയ്യാൻ പോലീസിന് അനുമതി നൽകിയിട്ടുണ്ട്. സിറ്റി സൈബർ പോലീസ് സംഘം ചോദ്യം ചെയ്യാനായി 23-ന് ഡൽഹിയിലേക്ക് തിരിക്കും. നമുക്ക് പ്രതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലും ഇപ്പോഴാണ് നമ്മൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത്. 4 ദിവസം മുമ്പ് നമുക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കൊടുക്കാനും പറ്റി. അതിലൊരു സംതൃപ്തിയുണ്ട്. നല്ല കൂട്ടായൊരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്ക് ഈ പ്രതിനെ ഇവിടെ ഹാജരാക്കാൻ പറ്റിയത്. ഇപ്പം നമുക്ക് കുറച്ച് സമയത്തേക്ക് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഒരു 3 ദിവസം ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള അനുമതി കോടതി തന്നിട്ടുണ്ട്. സംഭവത്തിൽ സഹപ്രതികളായ 3 പേരെ നേരത്തെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൗശൽ ഷായ്ക്ക് വ്യാജ ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, മൊബൈൽ സിം എന്നിവ നിർമ്മിച്ചു നൽകിയ സംഘത്തെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. ഇവർ കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡിലാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.